രാത്രിയിൽ ജോലി കഴിഞ്ഞ് അമ്മുവിനെയും അപ്പുവിനെയും മഞ്ജുവിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഋഷി. പെട്ടെന്നാണ് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിശാലിനെ കണ്ടത്. വിശാൽ നടന്നു വന്ന് ഋഷിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു, സുഖമല്ലേ ഋഷി? ആ, സുഖമായിരിക്കുന്നു. സാറിനെ കുറച്ച് ദിവസമായി കണ്ടതേയില്ല. ഞാൻ നാട്ടിൽ പോയിരുന്നു ഋഷി. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് കോള് വന്നിരുന്നു. അതാരോടൊന്നും പറയാൻ പറ്റാഞ്ഞേ. ഇപ്പം എങ്ങനെയുണ്ട് സാറിൻ്റെ അമ്മയ്ക്ക്? കുറവുണ്ട്. തൽക്കാലം ചേച്ചിയുണ്ട് കൂടെ. പിന്നെ അടുത്ത് തന്നെ അമ്മാവനും അമ്മായിയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ നോക്കിക്കോളുമെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. വേഗം തന്നെ ഒരു വീട് ശരിയാക്കിയിട്ട് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാ വിചാരിക്കുന്നേ. പിന്നെ ഋഷി, ഈ സാറ് വിളി വേണ്ടാട്ടോ. അതെന്തോ നമുക്കിടയിൽ ഒരകലമുണ്ടാക്കും പോലെ. ഇത്രയും പരിചയമായ സ്ഥിതിക്ക് തനിക്കെന്നെ വിശാലെന്ന് വിളിക്കാം. എനിക്കും അതാ കൂടുതൽ കംഫർട്ടബിൾ. അതിന് ഋഷി ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും അപ്പുവും അമ്മുവും മഞ്ജുവും അങ്ങോട്ടേക്ക് വന്നു. അമ്മു ഏട്ടാന്ന് വിളിച്ച് കരങ്ങൾ കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും താൻ ഇത്രയും ദിവസം കാണാൻ ആഗ്രഹിച്ച മുഖം അവർക്കിടയിൽ കാണാത്തതിലുള്ള നീരസമായിരുന്നു വിശാലിന്. അല്ല, കൂട്ടത്തിലൊരാൾ മിസ്സിംഗ് ആണല്ലോ. ആള് വന്നില്ലേ ഇന്ന്? വിശാൽ ഏറെ നേരത്തിനു ശേഷം രുദ്രയെ ചോദിച്ചതും എല്ലാവരുടെയും മുഖം സങ്കടത്താൽ താഴ്ന്നു. അത് കണ്ടതും എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് വിശാൽ ഊഹിച്ചു. എന്താ ആരൊന്നും മിണ്ടാത്തത്? ഇനി ആ കുട്ടിക്ക് എന്തേലും? എന്നാൽ വീണ്ടും അവരിലെ മൗനം അവനെ വല്ലാതെ തളർത്തി. അവൻ അമ്മുവിനെ നോക്കി. അമ്മു, രുദ്ര എവിടെ? ആരൊന്നും മിണ്ടാത്തേ? ഞാൻ പോയ ശേഷം വീണ്ടും എന്തേലും പ്രശ്നമുണ്ടായോ ആ കുട്ടിക്ക്? ഏട്ടാ, അത് പിന്നെ. അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. പറയമ്മു, എന്തേലും പ്രശ്നമുണ്ടായോ? രുദ്രയുടെ കാര്യം അറിയാൻ തിടുക്കം കാണിക്കുന്ന വിശാലിനെ എല്ലാവരും നോക്കി ഒരു നിമിഷം. അമ്മു ടെൻഷൻ അടുപ്പിക്കാതെ പറയുന്നുണ്ടോ അവൾക്ക് എന്താ പറ്റിയെന്ന്? ഏട്ടാ, രുദ്രയുടെ കല്യാണം കഴിഞ്ഞു. വാട്ട്? അതൊരലർച്ചയായിരുന്നു. എന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞെന്നോ? അതും രുദ്രയുടെ? അമ്മു, നിനക്ക് തന്നെ ബോധമുണ്ടോ നീ എന്താ പറയുന്നെന്ന്? അതിനുള്ള മറുപടി ഋഷിയാണ് നൽകിയത്. അവൾ നല്ല ബോധത്തോടെ തന്നെയാണ് പറഞ്ഞത്. രുദ്രയുടെ കല്യാണം കഴിഞ്ഞു. വിശാലിന് കേട്ട വാർത്ത അവനെ ഭ്രാന്ത് പിടിപ്പിക്കും പോലെ തോന്നി. ആരാ രുദ്രയെ വിവാഹം ചെയ്തത്? ബദ്രി, കാളിയാർ മഠത്തിൽ ബദ്രിനാഥ്. കേട്ടത് വിശ്വസിക്കാനാവാതെ വീണ്ടും വിശാൽ ഋഷിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അവനോ? അവനല്ലേ അവളെ അന്ന്? അതുമല്ല, നിങ്ങൾ പറഞ്ഞതല്ലേ എന്നോട് അവളെ പലപ്പോഴും അവൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള അവനെങ്ങനെ രുദ്രയെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഋഷി പിന്നെ നടന്നതെല്ലാം വിശാലിനോട് പറഞ്ഞു. താനെന്ത് മണ്ടത്തരമാടോ കാണിച്ചേ? അവൻ്റെ മുൻപിൽ ആ പാവം പെണ്ണിനെ ഇട്ടിട്ട് വരാൻ എങ്ങനെ തോന്നി? അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവളോടുള്ള നിങ്ങളുടെ എല്ലാം ഇഷ്ടം? പെട്ടെന്ന് അവളെ അവിടെ കണ്ടത് പോരാത്തതിന് അവനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കൂടെ കണ്ടപ്പോൾ കൈവിട്ട് പോയി തല്ലിപ്പോയി. എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരുന്നു. തൻ്റെ ഒരു മാനസികാവസ്ഥ? ഇത് പറയാൻ അല്പം പോലും ലജ്ജ തോന്നുന്നില്ലേ ഋഷി നിനക്ക്? അവളെ അവിടെ അവൻ്റെ മുൻപിലിട്ടിട്ട് പോകുമ്പോൾ പിന്നാലെ തന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് കരഞ്ഞു പറയുന്ന പെണ്ണിനെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത താനൊക്കെ എവിടുത്തെ ഫ്രണ്ട്സാടോ? വിശാൽ തന്നിലെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ഋഷിക്ക് നേരെ ദേഷ്യപ്പെട്ടു. എടോ, അവൻ അവളോടുള്ള ദേഷ്യത്തിന് അവളെ അവനായി തന്നെ കുരുക്കിയ ചതിയാണ്. ഇതെങ്കിൽ അവളെ അവൻ ജീവനോടെ വെച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇഞ്ചിഞ്ചായി ഓരോ നിമിഷവും കൊല്ലുകയേ ഉള്ളൂ. എങ്കിൽ നിനക്കൊന്നൊരു കാലത്തും സമാധാനം കിട്ടില്ല. വിശാൽ പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ പിന്നീട് അവളെ കൂട്ടിക്കൊണ്ടുവരാനിരുന്നതാ. അപ്പോഴേക്കും അവൻ അവളെ കല്യാണം കഴിച്ചെന്ന് കൂടെ അറിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ടു. ഞങ്ങളെക്കാൾ അവൾ അവനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോയി. അതാ ഞാൻ പറഞ്ഞ കൂടിപ്പോകും ഋഷി. കാരണം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുക. അത്രയും പറഞ്ഞ ശേഷം വീണ്ടും ഋഷിയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഋഷി ഇപ്പോഴും വൈകിട്ടില്ല. കാളിയാർ മഠത്തിൽ ചെന്ന് രുദ്രയെ കൂട്ടിക്കൊണ്ടുവരാൻ. കൂടെ എന്തിനും ഈ ഞാനുണ്ടാവും. എന്തേ, പറ്റില്ലെന്നുണ്ടോ ഋഷിക്ക്? പറ്റും. കാരണം എൻ്റെ രുദ്രയോട് ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ കിട്ടുന്ന അവസരമാണിത്. അത് ഞാൻ കളയില്ല. അവളെ കൂട്ടിക്കൊണ്ടുവന്ന് പഴയതിലും സന്തോഷത്തോടെ ഞാൻ വെച്ചിരിക്കും. ഇതാണ് വേണ്ടത്. ഈ ചങ്കൂറ്റമുള്ള ഋഷിയെയാണ് എനിക്ക് വേണ്ടത്. അത്രയും പറഞ്ഞ് വിശാല ഋഷിയെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം ഭദ്രയിൽ നിന്നും തൻ്റെ പ്രണയത്തെ വേർപ്പെടുത്തി തന്നോട് ചേർക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ വിശാലിന്. കാലിൽ നിന്നും ആഡംബര വേഷം ധരിച്ച ശ്രീരൂപം പുറത്തേക്കിറങ്ങി. 50ഓടടുത്ത് പ്രായമുണ്ടെങ്കിലും അവരിലെ ചമയങ്ങളും വേഷവിധാനങ്ങളും അവരിലെ പ്രായത്തെ കുറച്ച് കാണിച്ചു. അവർ കാലിൽ നിന്നും ഇറങ്ങി ശരവേഗത്തിൽ വീട്ടിനകത്തേക്ക് കുതിച്ചു. ഹർഷ! അവരുടെ ആ വിളി ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു ആ വീട്ടിലെങ്ങും. ഹർഷൻ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയിൽ നിന്നും അകന്നു മാറി
അവൾ ഇഷ്ടപ്പെടാതെ അവനെ നോക്കി. എന്നാൽ ഹർഷ എന്നുള്ള വിളി വീണ്ടും ആ വീട്ടിൽ മുഴങ്ങിയതും ഹർഷൻ കയ്യിൽ കിട്ടിയ ഡ്രസ്സുമിട്ട് താഴേക്ക് പോകുമ്പോൾ അവന് പിന്നാലെ അവളും ഡ്രസ്സിട്ട് ചെന്നിരുന്നു. ഹർഷനും അവനോടൊപ്പം വരുന്ന പെണ്ണിനെയും കണ്ട് അരുന്ധതി ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി. അവർ പാഞ്ഞു വന്ന് അവൻ്റെ കരണത്ത് ആഞ്ഞടിച്ചു. അത് കണ്ടതും കൂടെ നിന്ന പെൺകുട്ടി പേടിച്ച് പിന്നിലേക്ക് നീങ്ങി. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്കൊപ്പം നീ ഇവിടെ അഴിഞ്ഞാടുവാണല്ലേ? ഇപ്പോൾ ഈ നിമിഷം ഇവളെ എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടെയാക്കിയ ശേഷം വന്നാൽ മതി നീ ഇങ്ങോട്ട്. മമ്മ ഞാൻ ഹർഷ അറിയാലോ നിനക്കെന്നെ. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കണം. പറ്റില്ലെന്നാണെങ്കിൽ അത് മോനായാലും ശരി, മാപ്പ് അത് ഈ അരുന്ധതി നൽകില്ല. അത്രയും പറഞ്ഞ് അവർ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയതും ഹർഷന്റെ തോളിൽ അവൾ കരങ്ങൾ പതിച്ചു. കത്തുന്ന നോട്ടമായിരുന്നു അപ്പോൾ അവൾക്ക് നൽകിയത്. ഇനി ആര് നോക്കിയാടി പുല്ല് ഇവിടെ നിൽക്കുന്നത്? മമ്മ പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ എവിടുന്ന് കൊണ്ടുവന്നോ അവിടെ കൊണ്ട് തള്ളാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ വേണ്ട, ഗസ്റ്റ് ഹൗസിൽ പോകാന്ന്. അപ്പോൾ അവളുടെ അമ്മയെ കെട്ടിക്കാൻ ഇങ്ങോട്ടേക്ക് തൃപ്തിയായല്ലോ നിനക്ക്. ഹർഷ ബേബി ഞാൻ കൂടുതൽ നിന്നൊന്നും പറഞ്ഞ് മെനക്കെടണമെന്നില്ല. മമ്മ വീണ്ടും നമ്മളെ ഒരുമിച്ച് ഇവിടെ കണ്ടാ പിന്നെ നിന്നെയോ എന്നെയോ ജീവനോടെ വെച്ചേക്കില്ല. അതുകൊണ്ട് വരാൻ നോക്ക്. അത്രയും പറഞ്ഞ് ഹർഷൻ പോകുമ്പോൾ പിന്നാലെ അവളും ചെന്നിരുന്നു. ഇന്ന് പതിവിലും സന്തോഷത്തിലായിരുന്നു അപ്പവും അമ്മവും അഞ്ജുവും. തങ്ങളുടെ രുദ്രയെ വീണ്ടും അവർക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സന്തോഷത്തിലായിരുന്നു അവർ. രുദ്രയ്ക്ക് നമ്മളോട് പിണക്കമായിരിക്കുമല്ലേ? അവൾ ഇങ്ങോട്ട് പലതവണ വിളിച്ചു. എടുത്തോ നമ്മൾ? ഒരിക്കലെങ്കിലും അവൾ അവിടെ സന്തോഷത്തോടെയാണോ കഴിയുന്നതെങ്കിലും ചോദിച്ചോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മളോട് പിണക്കായിരിക്കും. മഞ്ജു അപ്പുവിനെയും അമ്മുവിനെയും നോക്കി പറഞ്ഞു. ഇല്ല, ഒരിക്കലും അവൾക്ക് നമ്മളോട് പിണങ്ങാൻ കഴിയില്ല. കാരണം അത് രുദ്രയാണ്. അവൾക്ക് അവളെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാനേ കഴിയൂ. അതുകൊണ്ട് മാത്രമാണ് ഇന്നവൾ ആ ബദ്രിനാഥിൻ്റെ ഭാര്യയായി ആ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് നമ്മളോട് പിണങ്ങിയിരിക്കാൻ കഴിയുമോ? നീ തന്നെ ചിന്തിച്ചു നോക്ക്. ശരിയാണ് നീ പറഞ്ഞത്. അവൾക്ക് നമ്മളോടെന്നല്ല ആരോടും ഒരിക്കലും പിണങ്ങിയിരിക്കാനാവില്ല. അതെ, രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാന്? വിശാലേട്ടനും ഋഷിയും നമ്മളെ കാത്തു നിൽക്കുന്നു എന്ന ബോധം രണ്ടെണ്ണവും മറന്നു. അമ്മ അവർക്കരികിലേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. രുദ്രയെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ കാര്യം മറന്നുപോയി ഞാൻ. ഇനി ഇവിടെ നിന്ന് താമസിച്ച ആ ഋഷിയുടെ വായിന്ന് വരുന്ന തെറി മൊത്തം കേൾക്കേണ്ടി വന്നേക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അപ്പം മുന്നിലേക്ക് നടന്നതും റൂം പൂട്ടി അവൾക്ക് പിന്നാലെ അമ്മുവും മഞ്ജുവും ചെന്നിരുന്നു. ഹോസ്റ്റലിലെ താഴെ വരുമ്പോൾ പുറത്ത് തന്നെ അവരെ കാത്ത് വിശാലും ഋഷിയും ഉണ്ടായിരുന്നു. എത്ര നേരമായി നിന്നെയൊക്കെ നോക്കി നിൽക്കാൻ തുടങ്ങിയതെന്നോ? വിശാലിന് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറാനുള്ളതാ. നമ്മുടെ ആവശ്യം ആയോണ്ടാ രാവിലെ ലീവ് പറഞ്ഞു വന്നത് തന്നെ. ഋഷി അവരെ മൂന്നാളെയും നോക്കി പറഞ്ഞു. എന്തായാലും ഞങ്ങളിങ്ങ് വന്നില്ലേ, ഇനി അതേപറ്റി തന്നെ പറയാതെ പോകാൻ നോക്ക്. അത്രയും പറഞ്ഞ് മൂന്നാളും കൂടെ കാറിലേക്ക് കയറി. പിന്നെ ഒന്നും ആലോചിക്കാതെ അവരുടെ വണ്ടി കാളിയാർ മഠത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. വിജിത്ത് വരുമ്പോൾ തന്നെ കാത്തു നിൽക്കും ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ പ്രിയങ്ക ഉണ്ടായിരുന്നു. അവൻ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പോകും മുന്നേ തന്നെ പ്രിയങ്ക ഓടി വന്ന് അവനോടൊപ്പം മുന്നിൽ കയറി. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. എന്നാൽ അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു, പോകാം. എങ്ങോട്ട്? വിജിത്ത് അവളെ നോക്കി ചോദിച്ചു. അവൾ പതർച്ച മറിച്ചുകൊണ്ട് പറഞ്ഞു, ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥമായിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക് പോകാം. വിജിത്ത് പിന്നെ അവളോടൊന്നും ചോദിക്കാതെ കാറ് മുന്നിലേക്കെടുത്തു. അപ്പോഴും പ്രിയങ്കയുടെ ഹൃദയം വല്ലാതെ മെടിക്കുന്നുണ്ടായിരുന്നു. വിജിത്ത് പ്രിയങ്കയുമായി നേരെ വന്നത് ബീച്ചിലേക്കായിരുന്നു. വിജിത്ത് കാർ പാർക്ക് ചെയ്ത ശേഷം പ്രിയങ്കയുമായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് അവളെയും കൊണ്ട് വന്നിരുന്നു. പ്രിയങ്ക വിജിത്തിനെ നോക്കാതെ തനിക്ക് മുന്നിൽ ആർത്തലച്ചിരുമ്പുന്ന കടലിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. വന്നിട്ട് ഏറെ നേരമായിട്ടും പ്രിയങ്കയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് വിജിത്തിന് അവളെ വിളിച്ചു. പ്രിയ. അവൾ അവനെ തിരിഞ്ഞു നോക്കി. നമ്മൾ വന്നിട്ട് ഏറെ നേരം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് മാത്രം പറഞ്ഞില്ല. പറയാം, പക്ഷേ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ വിജിത്ത് എങ്ങനെ എടുക്കുമെന്ന് മാത്രം അറിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണമെന്നൊരു സംശയം. നീ പറയ, നിന്നെ കേൾക്കാനാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പ്രിയങ്ക ഒരു നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങി. വിജിത്തിനറിയുമല്ലോ, അമ്മയും അച്ഛനും ഇല്ലാത്തെനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ എൻ്റെ ഏട്ടനേ ഉള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഞങ്ങൾ ബാധ്യതയായാലോ എന്ന് കരുതി ബന്ധുക്കൾ പോലും ഞങ്ങളെ കൈവിട്ടു. അപ്പോഴെല്ലാം എന്നെ ചേർത്തു നിർത്തി. നിനക്ക് ഞാനും എനിക്ക് നീയുമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അടക്കി പിടിച്ചത് എൻ്റെ ചേട്ടനായിരുന്നു. ഞാനിന്ന് 10ൽ പഠിക്കുന്നു. ഏട്ടനപ്പോൾ ഡിഗ്രി ചെയ്യുന്ന ടൈം. ഏട്ടന് +1 പഠിക്കുമ്പോൾ കൂടെ കിട്ടിയത് ബദ്രികേട്ടനെ.
അവരുടെ സൗഹൃദം പെട്ടെന്നായിരുന്നു. അതെനിക്കും അതിശയമായിരുന്നു. അധികം ആരോടും അടുക്കാത്ത ബദ്രിയേട്ടനും എൻ്റെ ഏട്ടനും ഇങ്ങനെ അടുത്തെന്ന്. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെക്കാൾ കാര്യമായിരുന്നു ബദ്രിയേട്ടനെ. കാരണം ഏട്ടനും അപ്പോൾ അച്ഛനെയും അമ്മയെയും നഷ്ടമായ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ബദ്രിയേട്ടൻ പറഞ്ഞാണ് വൈഷുവിനെയും വിജിത്തിനെയും ഒരുപാട് അറിയുന്നത് തന്നെ. +1 പുതിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ വല്ലാത്ത ഭയമായിരുന്നു. പുതിയ സ്കൂൾ, കുട്ടികൾ, പുതിയ അന്തരീക്ഷം. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്തോ പഠിക്കാൻ പോകാനേ തോന്നിയില്ല. എന്നാൽ ബദ്രിയേട്ടനാ പറഞ്ഞ് വിജിത്ത് അവിടെ +2 പഠിക്കുന്നെന്ന്. നിന്റെ ഏത് ആവശ്യത്തിനും അവൻ കാണുമെന്നൊക്കെ. നേരിൽ കണ്ടില്ലെങ്കിലും ബദ്രിയേട്ടൻ പറഞ്ഞ് ഏട്ടൻ്റെ അനിയനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ആത്മധൈര്യം ഉടലെടുത്തു. അന്നാദ്യമായി വിജിത്തിനെ കണ്ട ദിവസം ഇപ്പോഴും എൻ്റെ കണ്ണിൽ മിഴിവോടെ നിൽപ്പുണ്ട്. കോളേജിൽ പോകുന്ന വഴി എന്നെ പ്രണവേട്ടന് സ്കൂളിലാക്കാൻ നേരം മുന്നിൽ തന്നെ വിജിത്ത് ഉണ്ടായിരുന്നു. ബദ്രിയേട്ടൻ്റെ അനിയനെന്ന് പറഞ്ഞ് വിജിത്തിനെ പരിചയപ്പെടുത്തിയ ശേഷം എന്നെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് ആ കരങ്ങളിൽ ഏൽപ്പിച്ചു പോകുമ്പോൾ പേടി തോന്നിയില്ല, മറിച്ച് എന്തോ ഒരു ധൈര്യം എന്നിൽ വന്ന് നിറയുന്നത് പോലെ തോന്നി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്കിടയിലെ സൗഹൃദം വളരുകയായിരുന്നു. ആദ്യമൊക്കെ ഏട്ടനൊപ്പം സ്കൂളിൽ വന്നിരുന്ന യാത്ര പിന്നെ വിജിത്തിനൊപ്പമാക്കി. പിന്നെ ഒരുപാട് സംസാരിക്കാനും തല്ലുകൂടാനും എൻ്റെ കുറുമ്പുകൾ കാണിക്കാനും എനിക്ക് പുതിയ ഒരാളെ കിട്ടിയ സന്തോഷമായിരുന്നു. എന്നാൽ ആ സന്തോഷമില്ലാതായത് +2 എക്സാം കഴിഞ്ഞ് വിജിത്ത് ഡിഗ്രിക്ക് പോയപ്പോഴായിരുന്നു. എൻ്റെ മനസ്സിനെ ഒരുപാട് ഞാൻ സമാധാനിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞില്ല. വിജിത്തില്ലാത്ത ആ സ്കൂളിനോട് തന്നെ എനിക്ക് വെറുപ്പായി. വിജിത്തുള്ളപ്പോൾ എന്നും സ്കൂളിൽ വരാൻ ഉത്സാഹം കാണിച്ച ഞാൻ പിന്നെ സ്കൂളിൽ പോകാനേ ഇഷ്ടം കാട്ടിയില്ല. അതിന് കാരണം അവിടെ എത്തുമ്പോൾ എനിക്കൊപ്പം വിജിത്തില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഞാൻ സ്കൂളിൽ പോകാൻ മടി പിടിക്കുന്നത് കൊണ്ട് തന്നെ ഏട്ടൻ എന്നോട് ഒരുപാട് തിരക്കി. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏട്ടൻ വരണോ എന്നൊക്കെ. എന്നാൽ ഏട്ടനെ വിഷമിപ്പിക്കാതിരിക്കാനാ ഞാൻ പിന്നെ പുറമെ സന്തോഷം നടിച്ച് വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. വിജിത്തില്ലാതെ തള്ളി നീക്കിയ +2 കാലം ഒരു വർഷം പോലെയല്ല, ഒരു യുഗം പോലെ തോന്നി. അപ്പോഴും എനിക്ക് ആശ്വാസമായി വന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നെ തേടി അന്നത്തെ എൻ്റെ വിശേഷം അറിയാൻ വിളിക്കുന്ന വിജിത്തിൻ്റെ കോളായിരുന്നു. അതുവരെ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടത്തെ മായ്ക്കാൻ ആ നിമിഷത്തെ വിജിത്തിൻ്റെ ശബ്ദത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് വിജിത്തിനോടുള്ളത് വെറും സൗഹൃദമായിരുന്നില്ല, പ്രണയമായിരുന്നെന്ന്. പ്രിയങ്ക അത്രയും പറയുമ്പോൾ തന്നെ വിജിത്ത് അവളെ ഉറ്റുനോക്കി. എന്നാൽ അവനെ നോക്കാതെ അവൾ ബാക്കി പറഞ്ഞു തുടങ്ങി. +2 കഴിഞ്ഞതും വിജിത്തിൻ്റെ കോളേജിൽ തന്നെ അഡ്മിഷൻ ഏട്ടൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞതും ഒരുപാട് സന്തോഷിച്ചു. ഇനിയെന്നും വിജിത്തിനെ കാണാലോ എന്ന് കരുതി. വിജിത്തിനൊപ്പം ഉള്ള കോളേജിലേക്കുള്ള ഓരോ യാത്രയും എനിക്കൊരുപാട് സന്തോഷം തരുന്നതായിരുന്നു. ക്ലാസ് ഇല്ലാത്ത ദിവസം വിജിത്തിനോടൊപ്പമുള്ള യാത്രകൾ ലൈഫിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു. രാത്രി ഫോൺ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. നേരം പുലരില്ലേ എന്ന് ആശിച്ചു പോയിരുന്നു ഞാൻ. എന്നാൽ അപ്പോഴേക്കും പ്രിയങ്കയുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നതോടൊപ്പം കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് വിജിത്തിനൊപ്പം മറ്റൊരു പെൺകുട്ടിയെ കണ്ടതും ഹൃദയം വല്ലാതെ പിടച്ചു, ഭയം കൊണ്ട്. എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയ ചിന്തകളൊന്നും ശരിയാവില്ലെന്ന് ആഗ്രഹിച്ചു. എന്നാൽ വിജിത്തിൻ്റെ വായിൽ നിന്നും തന്നെ തൻ്റെ പ്രണയമാണ് തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയി. വിജിത്തിന് മുന്നിൽ കരയാതെ പിടിച്ചു നിന്നെങ്കിലും വീട്ടിൽ വന്നപ്പോൾ എനിക്കെന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കണ്ണീർ പൊട്ടി ഒഴുകി. വിജിത്തിനൊപ്പം മറ്റൊരാളെ കാണും തോറും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ മാത്രമായിരുന്നല്ലോ വിജിത്തിനെ പ്രണയിച്ചത്, വിജിത്ത് എന്നെ ഒരിക്കലും പ്രണയിച്ചില്ലല്ലോ എന്ന്. പതുക്കെ വിജിത്തിൽ നിന്നും അകലുമ്പോൾ അതിൻ്റെ ഇരട്ടി എൻ്റെ ഹൃദയം നീറാൻ തുടങ്ങി. എന്നാൽ ഒരിക്കലും ഞാൻ കാരണം വിജിത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് മാത്രം ആഗ്രഹിച്ചു. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചപ്പോഴും പഴയതിലുപരി വിജിത്ത് എൻ്റെ മനസ്സിൽ മിഴിവോടെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. അന്ന് ഹോസ്പിറ്റൽ ആ അവസ്ഥയിൽ വിജിത്തിനെ കണ്ടപ്പോൾ വീണ്ടും എൻ്റെ ഹൃദയം വേദനിച്ചു. വിജിത്തിനൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് വിളിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു. പ്രണവേട്ടൻ പറഞ്ഞു വിജിത്തേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അറിഞ്ഞപ്പോൾ അന്ന് വിജിത്തിനോട് എൻ്റെ പ്രണയം തുറന്ന് പറയാതെ ഒറ്റയ്ക്കാക്കി പോകേണ്ടിയെന്ന് വന്നോർത്ത് എനിക്കെന്നോട് തന്നെ പുച്ഛം തോന്നി. ഒരുപക്ഷെ അന്ന് ഞാൻ എൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞ് എൻ്റെ പ്രണയമായ വിജിത്തിനെ എന്നോട് ചേർത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പോലും തോന്നി. അത്രയും പറഞ്ഞ് പ്രിയങ്ക വിജിത്തിനെ നോക്കി. ഇനിയും എനിക്ക് വിജിത്തിനെ നഷ്ടമാക്കാൻ വയ്യ. കഴിഞ്ഞുപോയ കുറച്ച് വർഷങ്ങൾ വിജിത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് സഹിക്കാവുന്നതിലും വലുതായിരുന്നു. ഇനി പറ്റില്ല വിജിത്ത്, എനിക്ക് നിനക്കൊപ്പം തന്നെ ജീവിക്കണം, ഈ ജീവിത അവസാനം വരെയും. വിജിത്തിൻ്റെ താലിക്കും സിന്ദൂരത്തിനും അവകാശിയായി കൂടെ കൂട്ടിലെ വിജിത്ത് നിനക്കൊപ്പം നിന്റെ പ്രണയമായി, ഭാര്യയായി.
അപ്പോഴേക്കും അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. എന്നാൽ വിജിത്ത് വേഗം അവിടെ നിന്നും എഴുന്നേറ്റ്, ഒപ്പം പ്രിയങ്കയും. പ്രിയങ്ക അവനെ കേൾക്കാനെന്നവണ്ണം അവനെ ഉറ്റുനോക്കിയതും വിജിത്ത് അവളെ നോക്കി പറഞ്ഞു, പോകാം. അവൻ്റെ ആ മറുപടി കേട്ട് അവൾ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് വിളിച്ചു, വിജിത്ത്. പോകാം പ്രിയ, പോയിട്ട് എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. വിജി, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. തൽക്കാലം നീ വരാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാൽ വെയിൽ കൂടുകയേ ഉള്ളൂ. അത്രയും പറഞ്ഞ് വിജിത്ത് മുൻപിലേക്ക് നടക്കുമ്പോൾ പ്രിയങ്ക അവിടെ തന്നെ നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി